അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദാർ പാഠമാണ് പ്രിയപ്പെട്ട മക്കൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ദാർ എന്ന പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദാൽ എന്ന അക്ഷരത്തിൻ്റെ നീട്ടാനുള്ള രൂപങ്ങൾ, തെൻവീനാത്തുകൾ, ശബ്ദ കൊടുത്തവയ്ക്കുള്ള രൂപങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിക്കാം. നമുക്ക് ആദ്യം ഉസ്താദ് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. دار 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 جدار 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 خدود 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 حديد 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 أحدا 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 أحد 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 جد 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 خد 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 أدي 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 دا دو دي دا ദൂ ദീ. ഈ മൂന്നെണ്ണം ഒറ്റക്കുള്ള ദാലിൻ്റെ നീട്ടുന്ന രൂപങ്ങൾ, ഫത്തഹ ലമ്മ കസ്റ കൊടുത്ത് നീട്ടുന്ന രൂപങ്ങൾ. ഇവിടെ ദാൽ എന്ന അക്ഷരത്തിൻ്റെ ചേർത്ത് വരുമ്പോഴുള്ള എഴുത്തുരൂപവും അതിനെ ഫത്തഹയും ലമ്മയും കസ്റയൊക്കെ കൊടുത്ത് നീട്ടുന്ന രൂപങ്ങളുമാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഇനി വായിക്കുക. ദാർ 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 ജിദാറുൻ 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 ഖുദൂദുൻ 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 ഹദീദുൻ 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 അഹദൻ 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 അഹദുൻ 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 അഹദിൻ 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 ജദ്ദ 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 ഖുദ് 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 അദി 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 ദൂ ദീ ദൂ ദീ. ഈ മൂന്നെണ്ണം ദാലിൻ്റെ ചേർന്ന് വരുന്ന രൂപങ്ങളാണ് ഇവിടെ നീട്ടുന്ന. ഫത്തഹ ലമ്മ കസ്റ, ഫത്തഹ നീട്ടാൻ അലിഫ്, ലമ്മ നീട്ടാൻ വാവ്, കസ്റ നീട്ടാൻ യാ. ഈ മൂന്ന് രൂപത്തിലും കൊടുത്ത ദ ദൂ ദീ ഇവകൾ വെച്ചുള്ള മൂന്ന് വാക്കുകൾ. ഇവിടെ ഫത്തഹ തൻവീനും ലമ്മ തൻവീനും കസ്റ തൻവീനും വന്ന ചേർന്ന് വന്ന ദാലിൻ്റെ മൂന്ന് രൂപങ്ങൾ അഹദൻ അഹദുൻ അഹദിൻ. ഈ മൂന്നെണ്ണം ദാലിനിക്ക് ഷദ്ദ ഫത്തഹ ഷദ്ദ ലമ്മ ഷദ്ദ കസ്റ കൊടുത്ത മൂന്ന് വാക്കുകൾ വന്ന രൂപങ്ങൾ. ഇങ്ങനെയാണ് ഈ പാഠമുള്ളത്. ദാലിൻ്റെ ചേർന്ന് നീട്ടുന്ന രൂപങ്ങളും തെൻവീനാത്തിൻ്റെ രൂപങ്ങളും ഷദ്ദ കൊടുത്ത രൂപങ്ങളും ഇതിലൂടെ പഠിക്കുക, ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. നമുക്ക് വായിക്കാം. നളഉ ദാഇറതൻ അലാ ദൻ. ദൻ എന്നതിൻ്റെ മേൽ വട്ടം വരക്കാം. 4 വാക്കുകളാണുള്ളത്. അബദൻ, ഷദീദുൻ, ജദീദിൻ,
ഔതാദൻ. ഒന്നാമത്തെ വാക്കിൽ അബദൻ ഫതഹ തൻവീനുള്ള ദൻ ഉണ്ട്, വട്ടം വരച്ചു. ഷദീദുൻ ഇവിടെ ലൊമ്മ തെൻവീനുള്ളത്, അപ്പോൾ വട്ടം വരക്കണ്ട. ജദീദിൻ ഇവിടെ കിസ്റ തെൻവീനുള്ളത്, അതുകൊണ്ടും വട്ടം വരക്കണ്ട. കിസ്റ തെൻവീൻ വന്ന ദാൽ, ലൊമ്മ തെൻവീൻ വന്ന ദാൽ, അപ്പോൾ അതുകൊണ്ട് ഇതിൽ രണ്ടിലും വേണ്ട. ഇനി അടുത്ത് നോക്കുക, ഔതാദൻ. ഇവിടെ അവസാനം ദൻ ഫതഹ തൻവീനുള്ള ദൻ ഉണ്ട്, അപ്പോൾ ഇവിടെ വട്ടം വരച്ചു. ഇങ്ങനെയാണ് വട്ടം വരയ്ക്കേണ്ടത്. ഇനി നക്തഷിഫു ദ ദീ ദൂ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് ദാദീ ദൂനെ കണ്ടെത്തുക. നോക്കാം, 3 ഖുർആനിൻ്റെ കട്ടുകളുള്ള അല്ലെങ്കിൽ 3 വാക്കുകളാണ് ഇവിടെ കാണുന്നത്. ഐദീഹിം, ഹാദൂ, ശുഹദാഅക്കും. ഒന്നാമത്തതിൽ ദീ ഐദീ, അപ്പോൾ ചതുരം വരച്ചു, അല്ലെങ്കിൽ എന്തേ വരച്ചാൽ മതി. ഹാദൂ, രണ്ടാമത്തിൽ ദൂ വട്ടം വരച്ചു, ചതുരം വരച്ചു. ശുഹദാഅക്കും, കണ്ടോ, ഇവിടെയും ദാ ഉണ്ട്, വട്ടം വരച്ചു. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇനി നക്തുബു, നമുക്ക് എഴുതാം. 4 വാക്കുണ്ട്. തജ്ദീദുൻ, തജ്ദീദുൻ. ബദഅതു, ബദഅതു. ഹുദൂദുൻ, ഹുദൂദുൻ. ആദാബുൻ, ആദാബുൻ. ഈ 3 വാക്ക് അടിയിൽ നിന്ന് മുകളിലോട്ട് എഴുതണം. തജ്ദീദുൻ, ബദഅതു, ഹുദൂദുൻ, ആദാബുൻ. തജിദുൻ എന്നതിൽ മാത്രം ജീമിൻ്റെ പുള്ളി, ദാലിൻ്റെ കസറ, യാൻ്റെ 2 പുള്ളി മാത്രം വരിക്ക് താഴെ, ബാക്കിയൊക്കെ വരിക്ക് മുകളിൽ. ബദഅതു എന്നതിൽ ബാൻ്റെ പുള്ളി മാത്രം വരിക്ക് താഴെ, ബാക്കിയൊക്കെ വരിയിൽ. ഹുദൂദൻ എന്നുള്ളതും അതുപോലെ വാവിൻ്റെ ലാസ്റ്റ് ഭാഗം ബോഡി ഭാഗമാണ് വരിക്ക് താഴെ ഇറങ്ങിയത്, തലഭാഗം വരിക്ക് മുകളിൽ. ആദാബുൻ എന്നുള്ളിടത്ത് ബാൻ്റെ പുള്ളി മാത്രം വരിക്ക് താഴെ, ബാക്കിയൊക്കെ വരിയിൽ വരിക്ക് മുകളിലായിട്ടാണ് ഉള്ളത്. ഈ രൂപത്തിൽ അടിയിൽ നിന്ന് മുകളിലോട്ട് വൃത്തിയായി ഭംഗിയായി എഴുതാൻ എഴുതുക. നഖറഉ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് നമുക്ക് വായിക്കാം. 4 വാക്കാണുള്ളത്. അഹദീസ, നിങ്ങൾ വായിക്കാം. അഹദീസ, അദാഉൻ, അദാഉൻ, അദാഉൻ. അഹാദീസ, അദാഉൻ, അഹാദീസ, അദാഉൻ, അഹാദീസ, അദാഉൻ. അടുത്തത് ഹുദൂദു, 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 ഹുദൂദു. തുഹദ്ദിസു, 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 തുഹദ്ദിസു. ഇതുപോലെ ഈ പാഠത്തിൻ്റെ വർക്കുകളും വായിക്കാനുള്ളതൊക്കെ നിങ്ങൾ വായിച്ചു വിടണം. ദാലിന് പഠിക്കാനുള്ള 2 പാഠമാണ് നമ്മളെ പുസ്തകത്തിലുള്ളത്. ഈ ദാലിൻ്റെ ഉച്ചാരണവും എഴുത്തുരൂപമൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇനി തൊട്ടടുത്ത് വരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പാഠത്തിലൂടെ ദാലിന്മേൽ അല്ലെങ്കിൽ ദാലിൻ്റെ വ്യത്യസ്ത രൂപത്തിലൂടെ വന്ന അറബി മലയാള അക്ഷരങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അത് അപ്പോൾ നമുക്ക് വിശദീകരിക്കാം. ഇപ്പോൾ നിങ്ങൾ ദാലിൻ്റെ ഉച്ചാരണവും അതിൻ്റെ എഴുത്തുരൂപവും പഠിക്കുക. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ദാലിൽ നിന്നുണ്ടാകുന്ന ബാക്കിയുള്ള അറബി മലയാള അക്ഷരങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിയും മനസ്സിലാക്കാൻ സാധിക്കും. കിട്ടാത്ത ഉസ്താദിനോട് ചോദിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.